ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. അത്തം പിറന്ന് പൂവിപണി സജീവമായതോടെ നാട് ഓണം വൈകി. വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ ആഘാതം മുന്നിലുണ്ടെങ്കിലും ഈ വർഷം വലിയ കച്ചവട പ്രതീക്ഷയിലാണ് പൂക്കച്ചവടക്കാർ. ഓണം കളറാക്കാൻ ഇത്തവണ നഗരമെങ്ങും ഓണപ്പൂക്കളുടെ കൂടാരങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ചുവപ്പ് മഞ്ഞ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി, റോസ് വെള്ള നിറങ്ങളിലുള്ള അരളി, വെള്ള മഞ്ഞ നിറത്തിലുള്ള ജമന്തി, വാടാമല്ലി, വിവിധതരം റോസ്, ചില്ലി റോസ്, ആസ്ട്രോ, മുല്ല, ഡാലിയ, പച്ചില, താമര തുടങ്ങിയവയാണ് പൂവിപണിയിലെ താരങ്ങൾ. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പൂക്കൾ അധികവും കൊണ്ടുവരുന്നത്. വനിതാ കൂട്ടായ്മയിൽ നാട്ടിൻ പ്രദേശങ്ങളിൽ വിരിഞ്ഞ പൂക്കളും വിപണിയിലുണ്ട്. 50-100 രൂപയ്ക്ക് 5 മുതൽ 10 തരം വരെ പൂക്കൾ കിറ്റുകളാക്കിയാണ് വിൽപ്പന. വരും ദിവസങ്ങളിൽ പൂക്കൾക്ക് വിലയും ഡിമാൻഡും കൂടുമെന്നാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ. വയനാട് പ്രകൃതി ദുരന്ത പ്രതിസന്ധി പൂവിപണിയെ നേരിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെന്ന് ഗുരുവായൂരിലെ പൂക്കച്ചവടക്കാരനായ ഇ എ ഷാജി പറയുന്നു. 40 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. നമ്മൾ തമിഴ്നാട്ടിൽ നിന്നിട്ടാണ് ഇത് കൊണ്ടിരുന്നത്. വയനാട് പ്രതിസന്ധി എന്ന് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും മനസ്സിൽ വിഷമം ഉള്ള ഒരു മേഖലയാണ്. എന്നാലും ഇത് നമുക്ക് ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതോട് കൂടിയിട്ട് പൂവിനൊക്കെ ഇപ്പോൾ റേറ്റ് ലേശം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കച്ചവടം ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകണം. മുന്നേറ്റില്ല. എന്നാലും നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ട് ഇത്രയും കാലങ്ങളടക്കം ചെയ്യാനിരിക്കാനുള്ളൊരു നിർത്തിയില്ല എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ട്. എല്ലാ തരം പൂവുണ്ട്. ഒരു 10 തരം കളറോളം ഫ്ലവർ വന്നിട്ട് ഇനി വരാൻ ഉണ്ട് ഫ്ലവർ. തിരുവോണത്തിന് ചെറുതായിട്ടുള്ള കച്ചവടങ്ങളൊക്കെ നടക്കുമെന്നുള്ളൊരു ഇതുണ്ട് മനസ്സിൽ. മഴ ഇത് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ സന്തോഷമായിട്ട് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നടക്കുന്നത്. ഓണാഘോഷങ്ങളുടെ ഭാഗമായുള്ള പൂക്കള മത്സരങ്ങൾ പൂക്കളെയും ഡിമാൻഡിലാക്കുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട്. എന്നാൽ മഴയാണ് പൂക്കച്ചവടക്കാരുടെ നേരിയ ആശങ്ക. മഴ വിട്ടുനിന്നാൽ ഇത്തവണത്തെ പൂക്കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ഫെസ്റ്റിവൽ ഡെസ്ക്, സൺലൈവ് ന്യൂസ്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആലുകാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ.